Hi all, welcome back to our YouTube channel. Let's Smile PSC. നമ്മുടെ 30 ഡേയ്സ് ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിന്റെ 8ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് ടെൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ടെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻസസ് ഇൻഡിക്കേറ്റ് ദ ടൈം ഓഫ് ആക്ഷൻ. നമ്മളൊരു പെർട്ടിക്കുലർ കാര്യം നടക്കുമ്പോൾ ഉണ്ടാകുന്ന നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാലത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്ന ടെൻസസ് ആണ്. 3 തരത്തിൽ ടെൻസസ് ഉണ്ട്: പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും. അതുപോലെ തന്നെ ഓരോ ടെൻസിനും 4 ആസ്പെക്റ്റുകളുണ്ട്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണെന്ന് നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു റുട്ടീൻ അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് സെന്റൻസ് ഉണ്ടാക്കുന്നത് ഒരു സബ്ജക്റ്റ്, അതിന്റെ കൂട്ടത്തിൽ വെർബ് 1ഉം പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. അങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ പ്രസന്റ് ടെൻസ് സെന്റൻസ് ഉണ്ടാക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് സബ്ജക്റ്റിന്റെ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കണം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർത്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ഓക്കെ, അടുത്തത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതൊരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു റുട്ടീനാണ്. അതുപോലെ തന്നെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ ട്രൂത്ത് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഒരു ഹാബിറ്റ്, റുട്ടീൻ അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് പറയുന്ന സമയത്ത് നമ്മൾ മറ്റേത് ടെൻസും ഉപയോഗിക്കാൻ പാടില്ല, സിമ്പിൾ പ്രസന്റ് ടെൻസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കാര്യം പറയാൻ മറ്റൊന്ന് ചിന്തിക്കേണ്ടത് നമ്മളുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അടുത്തതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പം പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഏതൊരു കണ്ടിന്യൂസ് എന്നുള്ളത് കൺസെപ്റ്റിൽ നമ്മൾ ING ഫോം വെർബ് 1ന്റെ കൂടെയാണ്, അതായത് V1 ഫോമിന്റെ കൂടെ മാത്രമാണ് ING ഫോം ഉപയോഗിക്കുക. കണ്ടിന്യൂസ് എന്നുള്ള എല്ലാ കാറ്റഗറിയിലും നമ്മൾ V1 + ING ഫോം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ ചെയ്തത്? ആക്ഷൻ ഹാപ്പനിങ് നൗ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ പ്ലസ് വെർബ് 1 + ING എന്നുള്ളതാണ് അതിന്റെ ഫോം. ഫോർ എക്സാമ്പിൾ, ഐ ആം ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നൗ. ഓക്കെ, ഐ വന്നു, ആം എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈറ്റിംഗ് എന്നുള്ളത് V1 + ING ഫോം ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ആണ്, അത് അതിന്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഷീ ഈസ് റീഡിങ് എ ബുക്ക്, നമ്മളിപ്പോൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന ആക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗം. അടുത്തതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി എന്താണ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ ഒന്നെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടാവും. ഹാവും ഹാസും പ്രസന്റ് ടെൻസിന്റെ കൂടെയും, ഹാഡ് എപ്പോഴും പാസ്റ്റ് ടെൻസിന്റെ കൂടെയുമാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഹാവോ ഹാസോ ഹാഡോ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ V3 ഫോമുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈറ്റൺ, ഡ്രോൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ V3 ഫോമുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം അതിന്റെ ഒരു എപ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആക്ഷൻ വിത്ത് പ്രസന്റ് റെലവൻസ്. ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തൊരു ആക്ഷനാണ്, പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ഒരു റെലവൻറ്റിലുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്, ഹി ഹാസ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക്. ഓക്കെ, അടുത്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ് പെർഫെക്റ്റ് വന്നു കഴിഞ്ഞാൽ ഹാസോ ഹാവോ ഹാഡോ ഉണ്ടായിരിക്കണം. കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ V1 + ING വരണം. ഓക്കെ, പക്ഷേ ഹാവും ഹാസും കഴിഞ്ഞ് നേരിട്ട് V1 + ING നമുക്ക് ചേർക്കാൻ പറ്റില്ല. ഹാവോ ഹാസോ ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ബീൻ എഴുതിയതിനു ശേഷം മാത്രമേ വെർബ് 1 + ING ഫോം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എന്തിനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ ആരംഭിച്ച ഒരു കാര്യമാണ്, അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ ഈറ്റിംഗ് ഫോർ 10 minutes എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ദേ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് 2010 എന്ന് പറയുന്നത് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഫോം നമുക്ക് നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് വേണം, ഹാസോ ഹാവോ വേണം, അതിന്റെ കൂട്ടത്തിൽ ബീൻ വേണം, ദെൻ V1 + ING ഫോം വേണം. ഓക്കെ, അടുത്താണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റഡ് ആക്ഷൻ അറ്റ് എ ഡെഫിനിറ്റ് പാസ്റ്റ് ടൈം. പാസ്റ്റിൽ ഒരു സമയത്ത് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് 2 ഫോമാണ് ഉപയോഗിക്കുന്നത്. V2 ഫോം എന്ന് പറഞ്ഞാൽ വെർബ് 2 ഫോമാണ്. അതായത് ഇപ്പം നമ്മൾ ഈറ്റ് 8 എന്ന് പറയുന്നത് പോലെ നമ്മൾ
വെർബ് 1 വിത്ത് വെർബ് 3 ഫോം പറയുമ്പോൾ നമ്മൾ സാധാരണ ഇ ഡി ഫോമുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എല്ലാ വെർബുകളും റെഗുലർ വെർബുകൾ മാത്രമാണ് ഇ ഡി ഫോം ഉണ്ടാവുക. ഇറഗുലർ വെർബുകൾക്ക് V2 ഫോമിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 8 എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. അതുപോലെ ബൈ എന്നുള്ളത് ബൈ ബോട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള ചില എക്സാമ്പിൾ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഇ ഡി ഫോമുകളാണ് V2 ഫോമുകൾ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ V2 ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ, ഷീ വിസിറ്റഡ് ഡൽഹി ലാസ്റ്റ് വീക്ക്. ഇത് ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ING ഫോം ഉണ്ടാകും. വാസും വേറുമാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ് ആം ആറാണ് ഉപയോഗിച്ചതെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ വാസും വേറുമാണ് ഉപയോഗിക്കുക. നമ്മൾ എന്തിനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ഗോയിങ് ആക്ഷൻ ഇൻ എ പാസ്റ്റ് അറ്റ് എ സ്പെസിഫിക് ടൈം. പാസ്റ്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നടന്ന ഒരു കാര്യത്തെ പറ്റി നമ്മൾ ഇപ്പോൾ പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിന്റെ ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞു. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഐ വാസ് ഈറ്റ് പ്ലസ് ING ഈറ്റിംഗ് അറ്റ് 8 PM അല്ലെങ്കിൽ 8 AM എന്നുള്ളത്. ഓക്കെ, ദേ വേർ വാച്ചിങ് TV when I arrived. അപ്പം ദേ എന്ന് പറയുന്നത് വേർ എന്നുള്ളതും വാച്ച് എന്ന് പറയുന്ന V1 പ്ലസ് ING വാച്ചിങ് എന്ന് വന്നു. TV when I arrived എന്നുള്ളതും. അടുത്തതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസോ ഹാവോ ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ് ആണ്. ഹാഡിന്റെ കൂടെ നമ്മൾ തീർച്ചയായിട്ടും V3 മാത്രമാണ് ഉപയോഗിക്കുക. ഇനി എന്തിനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ ഫിനിഷ്ഡ് ബിഫോർ അനദർ പാസ്റ്റ് ഈവൻ. ഒരു കാര്യം നടക്കുന്നതിന് മുൻപ്, പാസ്റ്റിൽ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് ഈറ്റൻ ബിഫോർ ഹി കെയിം എന്നുള്ളതാണ്. അതായത് അവൻ വരുന്നതിന് മുൻപ് ഞാൻ കഴിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നിനു മുമ്പ് ഒന്ന് നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് അതിന്റെ ഫോം വരുന്നത്. അടുത്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് ആണ് വരിക എന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് വരുമ്പോൾ V1 വരണം എന്ന് പറഞ്ഞു. ഹാഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും V1 ഫോമിന് മുൻപായിട്ട് ബീൻ നമ്മൾ ചേർത്തിരിക്കണം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് 1 പ്ലസ് ING എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ പോകുന്നത്. ലോങ് ആക്ഷൻ കണ്ടിന്യൂയിങ് ബിഫോർ എ പാസ്റ്റ് ടൈം. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിന് മുൻപ് നടന്ന കുറച്ച് അധികം ദൈർഘ്യമുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ഫോർ 10 minutes. ഞാൻ കഴിഞ്ഞ 10 മിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് 10 മിനിറ്റ് ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പം നിർത്തി. കഴിഞ്ഞ 10 മിനിറ്റാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ദർ ഫോർ 5 years. ഞാൻ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതി. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ്, ഒരു 5 വർഷം മുൻപ് വരെ ഞാൻ അവിടെ വർക്ക് ചെയ്യുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു 5 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും വില്ലും ഷാളുമാണ് ഉപയോഗിക്കുക. ഫ്യൂച്ചറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വില്ലും ഷാളുമാണ് ഉപയോഗിക്കുക. നമ്മൾ ഒന്നും കൂടി പറയാം. നമ്മൾ പ്രസന്റിലാണെങ്കിൽ നമ്മൾ ഈസാ മാറ് ഉപയോഗിക്കും. പാസ്റ്റിലാണെങ്കിൽ വാസ് വേർ ഉപയോഗിക്കും. ഫ്യൂച്ചറിലേക്ക് വരുമ്പം വില്ലും ഷാളുമാണ് ഉപയോഗിക്കുക. വില്ലിന്റെ ഷാളിന്റെ കൂടെ നമ്മൾ എപ്പോഴും V1 ഫോം മാത്രമാണ് ഉപയോഗിക്കുക. ഹാസ് ഹാവ് ഹാഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും V3 ഫോം ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, ഐ വിൽ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടുമോറോ. ഞാൻ നാളെ ഭക്ഷണം കഴിക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഒരു പ്ലാനിനെ പറ്റി, ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ, ഇതൊക്കെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറയുക. ഓക്കെ, അതിൽ എക്സാമ്പിൾ ആയിട്ട് ഐ വിൽ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടുമോറോ എന്നുള്ളതാണ്. ദെൻ ഷീ വിൽ കോൾ യു ലേറ്റർ എന്നുള്ളതാണ് മറ്റൊന്ന്. ഇതിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, അതിന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അടുത്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് നമ്മൾ എപ്പോഴും പറയുന്നത് V1 പ്ലസ് ING ഫോം ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഫ്യൂച്ചർ ആയതുകൊണ്ട് വില്ല് ഉണ്ടാകും. വില്ല് അങ്ങനെ തന്നെ എഴുതരുത്. അതിന്റെ കൂട്ടത്തിൽ ING ഫോമിന് മുൻപ് തീർച്ചയായിട്ടും ബി ചേർക്കണം. വിൽ ബി വെർബ് 1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാവും. ഇനി എന്തിനാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ആക്ഷൻ ഇൻ പ്രോഗ്രസ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ഫ്യൂച്ചർ. നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഞാനിത് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം വെച്ചുകൊണ്ട് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം വെച്ചുകൊണ്ട് ഞാനത് ചെയ്യും എന്ന് നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ ചെയ്യും എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ബി ഈറ്റിംഗ് അറ്റ് 8 AM ടുമോറോ. ഞാൻ
നാളെ 8 മണി, രാവിലെ 8 മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവിടെ കറക്റ്റായിട്ട് സ്പെസിഫിക് ടൈം നമുക്ക് പറയുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് മന്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് മന്ത് സ്പെസിഫിക് ടൈം ആണല്ലോ. ദേ വിൽ ബി ട്രാവലിംഗ് നെക്സ്റ്റ് മന്ത്. അവർ അടുത്ത മാസം ആണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത്. അടുത്തതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, അപ്പം പെർഫെക്റ്റ് കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു, എപ്പോഴും ഹാവ് വേണമെന്നുള്ള കാര്യം പറഞ്ഞു. എപ്പോഴും പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഹാവ് അല്ലെങ്കിൽ ഹാസ് ഹാഡൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പം നമ്മൾ എപ്പോഴും ഹാവ് ആണ് വില്ലിൻ്റെ കൂടെ ഉപയോഗിക്കുക. അപ്പം സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 എന്നുള്ള ഇതിലാണ് നമ്മുടെ സ്ട്രക്ചറാണ് ഫ്യൂച്ചർ പെർഫെക്റ്റിനുള്ളത്. ഇനി എന്തിനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ഷൻ ഫിനിഷ്ഡ് ബിഫോർ എ ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിന് ഉള്ളിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യും ഞാൻ ഫ്യൂച്ചറിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ഹാവ് ഈറ്റൺ ബൈ 9 AM. നാളെ ഒരു 9 മണിക്കുള്ളിൽ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിയും എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ വിൽ ഹാവ് ആണ് ഉപയോഗിക്കുക, വില്ലും ഹാവും. ഓക്കെ, അതുപോലെ തന്നെ ഷീ വിൽ ഹാവ് സബ്മിറ്റഡ് ദ ഫോം ബൈ ഫ്രൈഡേ. അവള് ഫോം വെള്ളിയാഴ്ചക്കുള്ളിൽ അവൾ ആ ഫോം സബ്മിറ്റ് ചെയ്യും. ചെയ്തോ? ഇല്ല, വെള്ളിയാഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ അത് ചെയ്യും എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അടുത്തതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ആക്ഷൻ കണ്ടിന്യൂ അപ് ടു എ ഫ്യൂച്ചർ പോയിന്റ്. ഒരു പെർട്ടിക്കുലർ കാലഘട്ടം വരെ, ഫ്യൂച്ചറിൽ ഒരു പെർട്ടിക്കുലർ കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് ആണെങ്കിൽ ഹാവ് ഉണ്ടാവണം, അതുപോലെ തന്നെ കണ്ടിന്യൂസിന് V1 + ing ഫോം ഉണ്ടാവണം. ഹാവ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് മുൻപിൽ ഒരു ബീൻ വേണം. V1 + ing ഫോമിന് മുൻപ് ഹാവിനും V1 + ing ഫോമിന് മുമ്പ് എപ്പോഴും നമ്മൾ ബീൻ ചേർത്തിരിക്കണം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് ഫോർ 10 minutes. ഓക്കെ, അതായത് നാളെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുകയാണ്. അതേപോലെ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years. ഞാൻ കുറച്ച് ദിവസം അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ 10 വർഷത്തോളം ഞാനിവിടെ തന്നെ ജോലി ചെയ്യും എന്ന് പറയുകയാണ്. അത് ഫ്യൂച്ചറിലുള്ളൊരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കിയാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചില ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, പ്രസന്റ് ടെൻസിൽ നമ്മൾ ഈസ്, ആം, ആർ ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വാസും വേറും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിന്റെ കാര്യത്തിലാണെങ്കിൽ വില്ലും ഷാളും മാത്രമാണ് ഉപയോഗിക്കുക. ഇനി ഹാവ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഹാവിന്റെ കൂടെ നമ്മൾ എപ്പോഴും V3 ഫോം മാത്രമാണ് ഉപയോഗിക്കുക. ഇനി V1 ഫോം ആണ് വരേണ്ടതെങ്കിൽ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഒരു ബീനും കൂടെ ചേർക്കണം. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. Thank you for watching. Do like, share and subscribe. Bye.